ഹലോ FST ബാത്തോണ്. ഇന്ന് നല്ലൊരു അടിപൊളി ഫ്ലവറാണ്. റോസ് അല്ല കേട്ടോ, ഇത് ഫ്ലവർ കാണുമ്പോൾ റോസാണെന്ന് കരുതും. കാരണം അത്രയും നല്ല ഭംഗിയാണ്. വൈറ്റ് പല കളറുകളിൽ ഇപ്പോൾ ഈ മരത്തിൽ തന്നെ ഉണ്ട്. കാരണം പല ദിവസങ്ങൾക്കുള്ള വ്യത്യാസത്തിനാണ് ഇത് കളറൊക്കെ മാറിയിരിക്കണത്. കണ്ടില്ലേ, നല്ല വൈറ്റ് ഫ്ലവർ കണ്ടില്ലേ. ഇത് ഇന്നും ഇന്നലെയും മിനിയാന്നൊക്കെ വിരിഞ്ഞതാണ്. പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ല. അത് കുറേ ദിവസമായതാണ്, അത് നമ്മൾ പറിച്ച് നോക്കിയത്. നല്ല ഭംഗിയില്ലേ, ഭംഗി പോലെ നല്ല സ്മെല്ലാണ്. ഈ ഏരിയ ഭാഗം മുഴുവൻ നല്ല ഇതിൻ്റെ ഒരു സ്മെല്ലടിക്കും. കല്യാണ സുഗന്ധി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. നമ്മൾ നിത്യ കല്യാണിയാണ് അധികം വീഡിയോ ചെയ്തിരിക്കണതൊക്കെ. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ ഒരു പേരുകൾക്ക് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇങ്ങനെയാണ്, നല്ല ഫ്ലവറിങ് ഉണ്ട്, നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ല സ്പ്രേ കുപ്പിയായിട്ട് വീണ് പൊട്ടിയ പോലെയുള്ള സ്മെല്ലാണ് നമ്മളെ ഏരിയക്കൊക്കെ. ഈ ഭാഗത്ത് അധിക വീട്ടിലും ഈ ഒരു ഫ്ലവർ ഉണ്ട്. ഭൂരിപക്ഷം എണ്ണത്തിൽ 1-2 വീടുകളിലായിട്ട് ഇല്ലാത്തുള്ളൂ. അല്ലാത്ത എല്ലാ വീട്ടിലും ഈ ഒരു ചെടി ഉണ്ട്. നല്ല പൂക്കളുണ്ട്. യെല്ലോ കളറായ ഫ്ലവർ കുറച്ച് ദിവസമായതാണ്. ഏകദേശം ഒരു 4-5 ദിവസം. പെട്ടെന്നൊന്നും ഫ്ലവർ കൊയ്യൂല കേട്ടോ. കണ്ടില്ലേ, വിരിഞ്ഞ് തുടങ്ങണേ ഉള്ളൂ. ഫസ്റ്റ് കെട്ടായിട്ട് അങ്ങനെ. ഇതിൻ്റെ ഒരു ഇല തന്നെ ഒരു നല്ലൊരു ഇല തന്നെ, നല്ലൊരു ഗ്ലേസിങ് ഉള്ള ഇല തന്നെയാണ്. ഇതിൻ്റെ ഒരു നല്ലൊരു തിളങ്ങണ മോഡൽ തന്നെയാണ്. ഇത് നമ്മളെ ജറബറാണ്. ഇതിൻ്റെ വൈറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കലും ഇതിന് ഫ്ലവർ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ അങ്ങനെ എല്ലാ ഏരിയയിലും വർഷത്തിലൊരിക്കലാണ് ഈ ഫ്ലവർ വരിക. മഴ പെയ്ത് കുറച്ചാണ് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവർ വരും. പക്ഷേ ഫ്ലവർ ഏകദേശം ഒരു 1-2-3 മാസത്തോളം അതിമേൽ ഫ്ലവർ ഉണ്ടാവും ചെയ്യും. കാരണം ഒരു ഫ്ലവർ വിരിഞ്ഞാൽ അത്ര പെട്ടെന്ന് കൊയ്യുകയില്ല. അതിങ്ങനെ കണ്ടില്ല, നിറയെ ഫ്ലവർ ഉണ്ട് പറഞ്ഞാൽ അത്രക്കും ഫ്ലവറാണിത്. ഒരു കുഞ്ഞി മരമാണ്, വലിയൊരു ഏകദേശം ഒരു 3-4 അടി ഹൈറ്റിലുള്ളൊരു മരമാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഇത് റോസാന്നൊക്കെ കരുതൂട്ടാ. അതുപോലത്തെ ഒരു ഇതിലാണിത്. നമ്മളൊരു ഫ്രണ്ട് ഭാഗത്താണിത് നട്ട് പിടിപ്പിച്ചേക്കണത്. ഇതിൻ്റെ ചെടിയുടെ ഒരു ഹൈറ്റ് തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാമല്ലോ. ഇത് നടൽ കമ്പാണ്. ഇതിൻ്റെ ഏറ്റവും ഏത് കമ്പ് നട്ടാലും ഇത് പിടിക്കുന്നതാണ്. ഇളയ കമ്പ് വെച്ചിട്ട് ഇതാകണം. ഈ ഒക്കെ ഒരു ഏരിയ കമ്പ് കട്ട് ചെയ്ത് നട്ടാലും നല്ല അടിപൊളി. പക്ഷേ നല്ല ഹൈറ്റിൽ വന്നാലാണ് ഇത് ഫ്ലവർ വിരിയൽ. കുറച്ചൊക്കെ ഇതൊക്കെ കൊമ്പ് പിടിപ്പിക്കാൻ പറ്റിയൊരു ടൈമാണ് ഈ മഴക്കാലമാണ്. ഏറ്റവും നല്ലൊരു ടൈമിംഗ് എന്ന് പറയണതാണ്. കാരണം പെട്ടെന്ന് വേര് പിടിക്കുകയൊക്കെ ചെയ്യും. എന്നുണ്ടില്ല, ഇതിൻ്റെ ഒരു ഫ്ലവർ ഏകദേശം ഒരു മുല്ലൻ്റെ ഒക്കെ ഒരു ഇതിൽ വരും. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടാണ് വരുന്നത് തന്നെ. ഇത് കണ്ടില്ല, നമ്മൾ ഈ കുഞ്ഞി ഫോണിൽ നമ്മളെക്കൊണ്ട് ഇതൊക്കെ വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ കുഞ്ഞി എടുത്തൊക്കെ പിടിച്ചിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതിന് വേറെ എന്തെങ്കിലും പേരൊക്കെ നിങ്ങളവിടെയൊക്കെ പറയണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിവിടെ അതിന് പറയൽ കല്യാണ സുഗന്ധി എന്നാണ്. അതുപോലെ നല്ല സുഗന്ധമുണ്ട്. അതാണ് ഓരോ ലെയറായിട്ടുള്ള ഫ്ലവറാണ്. ഫസ്റ്റ് ലെയർ അങ്ങനെ നല്ല പെട്ടെന്ന് ഓരോ ഘട്ടം കെട്ടണത് ഓരോന്നിനെ. അത്രത്തോളം ഫ്ലവർ ഉണ്ട്. ഇത് മരം ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കുക അത്രത്തോളം ഫ്ലവർ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഈ ഫോണെല്ലാം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ. നല്ല അത്യാവശ്യം ഇതിൻ്റെയൊക്കെ ഒരു ഹൈറ്റിലുണ്ട് ഈ മരം. നല്ല ഫ്ലവറും ഉണ്ട് അതേമാതിരി തന്നെ. ഇതാ കണ്ടില്ലേ, ഈ എല്ലാം നല്ല തിളങ്ങണ കണ്ടില്ലേ. വെയിലും കൂടി അടിക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇതേ ഒരു ചെടി എൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈനിലായിട്ട് വാങ്ങിയിട്ട് ഒട്ടും സ്മെല്ലില്ലാത്ത ഇതേ ഒരു ചെടി തന്നെയാണ്. ഫ്ലവറൊക്കെ ഇതേ സെയിം തന്നെയാണ്. പക്ഷെ ഒട്ടും സ്മെല്ലേ ഇല്ലാത്ത ഒരു ഫ്ലവർ ഒക്കെയാണ് കിട്ടിയത്. അങ്ങനെയുണ്ട്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.